ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് നമ്മുടെ അമേരിക്കൻ എക്സ്പ്രസിന്റെ ഗോൾഡ് ചാർജ് കാർഡിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി കണ്ടായിരിക്കും. നമ്മുടെ ലിങ്ക് വെച്ചിട്ട് കുറച്ച് പേർക്കൊക്കെ വിത്തൗട്ട് ഇൻകം പ്രൂഫ് തന്നെ ഈ സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ അമേരിക്കൻ എക്സ്പ്രസിന്റെ ചാർജ് കാർഡ് എന്ന് പറയുന്നുണ്ടോ. ഇത് ആക്ച്വലി ഡിഫറൻ്റ് ആണ്. അമേരിക്കൻ എക്സ്പ്രസിന്റെ ക്രെഡിറ്റ് കാർഡായിട്ട് ഡിഫറൻ്റ് ആണ്. അപ്പോൾ എൻ്റെ ഓൾറെഡി അമേരിക്കൻ എക്സ്പ്രസിന്റെ ക്രെഡിറ്റ് കാർഡുണ്ട്, ചാർജ് കാർഡുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ അമേരിക്കൻ എക്സ്പ്രസ് കാർഡ് ഒരാൾക്ക് 2 ക്രെഡിറ്റ് കാർഡും ഒരു ചാർജ് കാർഡാണ് കൊടുക്കുക നമ്മുടെ ഇന്ത്യയിൽ ഇട്ടാൽ. അപ്പോൾ ഈ ചാർജ് കാർഡ് എന്ന് പറയുന്നതും ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നതും ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അതിന്റെ മെയിൻ ഡിഫറൻസ് നമുക്ക് എന്തായാലും വഴിയെ പറയാം. അതിന് മുമ്പ് നമ്മുടെ 2 ചാനലും കാണാത്തവർ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ എന്നെ കമന്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമന്റ് അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ 3ാമത്തെ ചാനൽ GSH പോലെ കാണാത്തവർ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ടെലിഗ്രാം ചാനലും ഇൻസ്റ്റാഗ്രാം പേജിനൊക്കെ ഞാൻ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. പേജ് ഫോളോ അടിച്ചാൽ മതി, ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, മറക്കണ്ട. അപ്പോൾ ഇതിന്റെ ഗുണം എന്താ വെച്ചാൽ നമുക്ക് നിങ്ങൾക്ക് അറിയിക്കുമ്പോൾ ഒരു ക്രെഡിറ്റ് കാർഡ് അപ്രൂവ് ആകുമ്പോൾ നമുക്ക് ടോട്ടൽ ലിമിറ്റ് അപ്രൂവ് ആവും. നിങ്ങൾക്ക് അറിയിക്കും അത് നമുക്കിപ്പോൾ 1 ലക്ഷം ലിമിറ്റ് അപ്രൂവ് ആവും, ചിലപ്പോൾ 2 ലക്ഷം ലിമിറ്റ് അപ്രൂവ് ആവും. അപ്പോൾ നമുക്ക് ആ ലിമിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇതിൽ നമുക്ക് ചാർജ് കാർഡിൽ നമുക്ക് സ്പെൻഡിങ് പവർ എന്നാണ് പറയുക. അപ്പോൾ നോർമലി നിങ്ങൾക്ക് ഒരു ക്രെഡിറ്റ് കാർഡിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഇൻകം അനുസരിച്ചിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ച് നിങ്ങൾക്ക് 1 ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് അപ്രൂവ് ആവുന്നതെങ്കിൽ നിങ്ങൾക്ക് ചാർജ് കാർഡ് എടുക്കുമ്പോൾ അതിൻ്റെ മിനിമം ആണ് ഞാൻ പറയുന്നത്. മിനിമം നിങ്ങൾക്ക് അതിൻ്റെ ഡബിളെങ്കിലും ആ സ്പെൻഡിങ് പവർ ഉണ്ടായിരിക്കും. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ അമേരിക്കൻ എക്സ്പ്രസ് കാർഡ് തന്നെ വേറെ കാർഡ് നിങ്ങളിൽ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ലിമിറ്റ് ഇട്ടിരിക്കുന്നത് 2 ലക്ഷം 3 ലക്ഷം ആണെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനത്തിൽ മിനിമം 6 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അതാണ് ഒരു ചാർജ് കാർഡിൻ്റെ ഒരു പ്രത്യേകത. അതായത് നമുക്കൊരു സ്പെൻഡിങ് പവർ എന്ന് പറഞ്ഞിട്ട് കുറച്ചധികം കൂടുതൽ തരുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു ഡബിൾ എങ്കിലും തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ മെയിൻ ചാനൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ ചാനലിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. എനിക്ക് ഓൾറെഡി സ്മാർട്ട് ഏൺ കാർഡും ഉണ്ട്, അതുപോലെ തന്നെ മെമ്പർഷിപ്പ് റിവാർഡ് കാർഡും ഉണ്ട്. അപ്പോൾ മെമ്പർഷിപ്പ് റിവാർഡ് കാർഡിൽ എൻ്റെ ലിമിറ്റ് വന്നിരിക്കുന്നത് 3 ലക്ഷം രൂപയാണ്. അത് ക്രെഡിറ്റ് കാർഡാണ്. ഇതിൽ നമുക്ക് ലിമിറ്റ് ഇട്ടിരിക്കുന്നത് ഓൾമോസ്റ്റ് നമുക്ക് 6 ലക്ഷം രൂപയാണ് സ്പെൻഡിങ് പവർ ഇട്ടിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഫീച്ചേഴ്സും ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. നമ്മുടെ ക്രെഡിറ്റ് കാർഡ് പോലെ തന്നെ നമുക്ക് 50 ദിവസം ഇൻട്രസ്റ്റ് ക്രെഡിറ്റും. ആകെ ഒരു ഡിഫറൻസ് ഉള്ളത് നമുക്ക് ഇതിൽ EMI ഫെസിലിറ്റീസ് ഉണ്ടാവില്ല. അതാണ് ഇതിൻ്റെ ഒരു ഡിഫറൻസ് വരുന്നത്. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ് കേട്ടോ. ഒരു ഓൾമോസ്റ്റ് 99% സെയിം തന്നെയാണ്. നമുക്ക് പോയിന്റ് ആയിക്കോട്ടെ, റിവാർഡ് പോയിന്റ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് അറിയാം അമേരിക്കൻ എക്സ്പ്രസിന്റെ റിവാർഡ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു കിടിലൻ സാധനമാണ്. നമുക്ക് ഇതിന്റെ റിവാർഡ് പോയിന്റോട് നമുക്ക് വേണമെങ്കിൽ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം, ബില്ല് അടയ്ക്കാം, അല്ലെങ്കിൽ വൗച്ചേഴ്സ് ആയിട്ട് എടുക്കാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. അങ്ങനത്തെ കുറച്ച് ഫെസിലിറ്റീസ് വരുന്നുണ്ട് വിത്തൗട്ട് എനി ചാർജ് തന്നെ. അപ്പോൾ ഇതിന്റെ കുറച്ച് റിവാർഡ് റേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. വെൽക്കം ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് 4000 രൂപയുടെ ബോണസ് മെമ്പർഷിപ്പ് റിവാർഡ് പോയിന്റ് നമുക്ക് ഈ കാർഡ് എടുക്കുമ്പോൾ കിട്ടുന്നത്. ഇതിന് ചാർജ് വരുന്നുണ്ട്. ആനുവൽ ചാർജ് വരുന്നത് 4500 രൂപ പ്ലസ് GST ആണ്. ജോയിനിങ് ചാർജ് വരുന്നത് 1000 രൂപ പ്ലസ് GST ആണ്. നിങ്ങൾക്ക് ഇത് ചാർജ് കൂടുതലായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ഇയർ ചാർജ് എടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ റെഫറൽ ത്രൂ എടുക്കുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ആനുവൽ ചാർജ് ഇല്ലാണ്ട് കിട്ടുന്നുണ്ട്, ജോയിനിങ് ചാർജ് ഇല്ലാണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 11 മാസം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം. നിങ്ങൾ നല്ലോണം എന്താ പറയുക കറക്റ്റായിട്ട് ഉപയോഗിച്ച് പോകുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ അമേരിക്കൻ എക്സ്പ്രസ് കാർഡ് ഓഫർ തരും. ഒന്നെങ്കിൽ ചാർജ് കുറച്ച് തരും, അല്ലെങ്കിൽ ചിലപ്പോൾ ഫ്രീ ആയിട്ട് തരും. എൻ്റെ MX കാർഡ്, എൻ്റെ മെമ്പർഷിപ്പ് റിവാർഡ് കാർഡ് എനിക്ക് ആക്ച്വലി ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്നെ അതിനും ഇതേ സെയിം ചാർജ് തന്നെയാണ്. 1000 രൂപ ജോയിനിങ് ചാർജും 4500 രൂപ എന്താ പറയുക ആനുവൽ ചാർജും വരുന്നതാണ്. പക്ഷെ നല്ല കാർഡ്, എനിക്ക് ഇതിൻ്റെ റിവാർഡ് സിസ്റ്റം ഭയങ്കര ഇഷ്ടപ്പെടുന്നത്. നമ്മൾ ആമസോൺ ഉപയോഗിക്കുമ്പോൾ ഫ്ലിപ്കാർട്ട് ഉപയോഗിക്കുമ്പോൾ ഒക്കെ ഈ സാധനം കൊണ്ട് ഉപയോഗിക്കുക എന്ന് വെച്ചാൽ നല്ല റിവാർഡ് കിട്ടുന്നുണ്ട്. ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാം. 0.25 പൈസയാണ് ഒരു കാർഡിൻ്റെ റിവാർഡ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ മെമ്പർഷിപ്പ് റിവാർഡ് പോയിന്റ് ആയിട്ട് തന്നെ നമുക്ക് 4000 റിവാർഡ് പോയിന്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമുക്കൊരു 1000 രൂപ ആയിട്ട് തന്നെ ഈക്വൽ ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ റെഫറൽ ത്രൂ എടുക്കുമ്പോൾ നമുക്ക് എക്സ്ട്രാ റിവാർഡ് പോയിന്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അതൊരു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ടേ ഇരിക്കാറുണ്ട്. ഞാൻ എന്തായാലും ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇത് നമ്മൾ ഡയറക്റ്റ് ഒരു ആപ്പിൽ കൂടെ നമ്മൾ എടുക്കുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് അറിയാം ഇപ്പം എൻ്റെ മെമ്പർഷിപ്പിൻ്റെ MXന്റെ കാർഡിൻ്റെ ആപ്പാണ് ഇതിൽ. കാരണം നമുക്ക് റെഫർ ആൻഡ് ഏൺ നിങ്ങൾക്കും ഇതുപോലെ നിങ്ങൾക്ക് കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ പറ്റും. റെഫർ ആൻഡ് ഏൺ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഈ കാർഡ് നമുക്ക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് 2000 റിവാർഡ് പോയിന്റ് എക്സ്ട്രാ കിട്ടുന്നുണ്ട് നമ്മുടെ റിവാർഡ് പോയിന്റോട് നമ്മുടെ ലിങ്ക് കോഡ് എടുക്കുമ്പോൾ. അതുപോലെ തന്നെ നിങ്ങൾക്ക് റെഫറൽ ബോണസ് മെമ്പർഷിപ്പ് റിവാർഡ് പോയിന്റ് വെൻ ദേ അപ്ലൈ ആൻഡ് ബി അപ്രൂവ്ഡ് ഫോർ ദ അമേരിക്കൻ എക്സ്പ്രസ് ഗോൾഡ് കാർഡ് ആൻഡ് സ്പെൻഡ്. ഒരു 3 മാസത്തിനുള്ള 5000 രൂപ സ്പെൻഡ് ചെയ്താൽ മതി നിങ്ങൾക്ക് കിട്ടുക സാധനം. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതും 2000 രൂപ എക്സ്ട്രാ റിവാർഡ് പോയിന്റ്. പിന്നെ നോർമലി ഉള്ള എക്സ്ട്രാ നമുക്ക് വെൽക്കം ആയിട്ട് 4000 ബോണസ് മെമ്പർഷിപ്പും കിട്ടും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ ആനുവൽ മെമ്പർഷിപ്പ് അടയ്ക്കുകയാണെങ്കിൽ 5000 രൂപ എക്സ്ട്രാ മെമ്പർഷിപ്പ് പോയിന്റും കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്കൊരു 500 രൂപയുടെ എക്സ്ട്രാ നമ്മുടെ റെഫറൽ ത്രൂ എടുക്കുമ്പോൾ കിട്ടുന്നുണ്ട്. അതൊരു നല്ല ഇടിവെട്ട് സംഭവം തന്നെയാണ്. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആനുവൽ ചാർജ് കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ 4500 രൂപ പ്ലസ് GST കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഇതിൻ്റെ ഇത് ആക്ച്വലി വേവ് ഓഫ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ വഴിയെ പറയാം.
തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 11 മാസം കഴിയുമ്പോൾ ക്ലോസ് ചെയ്യാം. ഈസിയാണ്. ഇവരുടെ കസ്റ്റമർ കെയർ സപ്പോർട്ടൊക്കെ കിടിലാണ്. നമുക്ക് 24/7 ചാറ്റ് സപ്പോർട്ട് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഓൾറെഡി മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇവരെ കസ്റ്റമർ കെയർ സപ്പോർട്ട് ഉണ്ടല്ലോ, വേറെ ഒരു ബാങ്ക് ഇതിന്റെ അടുത്ത് കൂടെ പോലും പോയില്ല, 50% അടുത്ത് കൂടെ പോലും പോയില്ല. അമ്മാര് കസ്റ്റമർ കെയർ സപ്പോർട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ 3 കാർഡ് എടുത്ത് വെച്ചിരുന്നത്. ഇതിന്റെ റിവാർഡ് റേറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് 50 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 മെമ്പർഷിപ്പ് റിവാർഡ് പോയിന്റ് കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഫ്യൂവൽ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനോട് പോയിന്റ് കിട്ടുന്നുണ്ട്. അതാണ് പ്രത്യേകത വരുന്നത്. യൂട്ടിലിറ്റി സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം, നമുക്ക് പോയിന്റ് കിട്ടും. പിന്നെ നമുക്ക് വരുന്നത് മെമ്പർഷിപ്പ് റിവാർഡ് പോയിന്റ് ആണ്. നമ്മൾ 6 ട്രാൻസാക്ഷൻ ഒരു മാസത്തിൽ 6 ട്രാൻസാക്ഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ 6 ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ 1000 രൂപയുടെ 6 ട്രാൻസാക്ഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ 1000 ബോണസ് പോയിന്റ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സ്പെൻഡിങ് ലിമിറ്റ് സംഭവമൊന്നുമില്ല, ഫീച്ചേഴ്സ് പറയുന്നതാണ്. പിന്നെ നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞു. പിന്നെ നമുക്ക് ഗോൾഡ് കളക്ഷൻ പോയിന്റ് ഇടും. നമുക്ക് ഈ പോയിന്റ്സുകൾ വേണമെങ്കിൽ നമുക്ക് ഗോൾഡായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. 18 ക്യാരറ്റിൻ്റെയോ 24 ക്യാരറ്റിൻ്റെയോ ഗോൾഡ് കളക്ഷനിലേക്ക് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് അവരുടെ ആപ്പിൽ തന്നെ ഉണ്ട്. നമുക്ക് ആ റിവാർഡ് പോയിന്റ് എങ്ങനെ റിഡീം ചെയ്യാൻ വേണ്ടി നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഈസിയാണ്, ആപ്പിൽ കൂടെ തന്നെ സുഖമായിട്ട് റിഡീം ചെയ്യാം കേട്ടോ, ഒരു പണിയില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു കൺവേർഷൻ റേറ്റ് പറഞ്ഞുതരാം. 24,000 MR, അതായത് ഇവരുടെ റിവാർഡ് പോയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് താജ് വൗച്ചേഴ്സ് വർത്ത് ₹14,000 രൂപയുടെ വൗച്ചേഴ്സ് ആയിട്ട് എടുക്കാം. ഷോപ്പേഴ്സ് സ്റ്റോപ്പിന്റെ വൗച്ചർ 10,000 രൂപയുടെ എടുക്കാം. താജ് ക്ലിക്ക് വൗച്ചറിന്റെ 9,000 രൂപയുടെ വാല്യൂ ആയിട്ട് എടുക്കാം. തനിഷ്കിന്റെ 9,000 രൂപയുടെ വാല്യൂ ആയിട്ട് എടുക്കാം. ആമസോൺ വൗച്ചർ 8,000 രൂപയുടെ വാല്യൂ ആയിട്ട് എടുക്കാം. ഫ്ലിപ്കാർട്ട് വൗച്ചർ 8,000 രൂപയുടെ വാല്യൂ ആയിട്ട് എടുക്കാം. അതുപോലെ തന്നെ റിലയൻസ് ഡിജിറ്റൽ വൗച്ചർ 8,000 രൂപയുടെ വാല്യൂ ആയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് കുറേ ഓഫേഴ്സുകൾ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇവർക്ക് ട്രാവൽ ബെനിഫിറ്റ് ആയിട്ട് വാല്യൂബിൾ ആയിട്ടുള്ള ട്രാവൽ ബെനിഫിറ്റ് അണ്ടർ ദ ഹോട്ടൽ കളക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് നമുക്ക് കുറേ ഹോട്ടൽ അപ്ഗ്രേഡ് ഓപ്ഷൻസും അതുപോലെ തന്നെ സംഭവങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് ഹിൽട്ടൺ ഹോട്ടൽ ഇന്റർനാഷണലും അതുപോലെ തന്നെ ഹയാത്ത് ഹോട്ടൽസിലും നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഡൈനിങ് ബെനിഫിറ്റ് ആയിട്ട് 20% റെസ്റ്റോറൻറ്റ് പാർട്ട്ണർ ഡിസ്കൗണ്ട് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ അത് പോരാണ്ട് നമുക്ക് 24/7 കാർ റിലേറ്റഡ് അസിസ്റ്റൻസ് ഞാൻ പറഞ്ഞല്ലോ, ഡിസ്പ്യൂട്ടഡ് റെസൊല്യൂഷൻ, ഈ സൂപ്പർ കസ്റ്റമർ സപ്പോർട്ടാണ് ഉണ്ടാ. 0 ലോസ് കാർഡ് ലയബിലിറ്റി വരുന്നുണ്ട്. എമർജൻസി കാർഡ് റീപ്ലേസ്മെന്റ് കിട്ടുന്നുണ്ട്. പെട്ടെന്ന് തന്നെ റീപ്ലേസ്മെന്റ്, അവർ കാർഡ് ക്ലോസ് എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അതാണ് ഇവരുടെ കസ്റ്റമർ കെയർ സപ്പോർട്ടുള്ള ഒരു ഗുണം. നമുക്ക് എന്തെങ്കിലും വഴി ഇവരുടെ കാർഡ് എന്താ പറയുക ലീക്ക് ആയാലോ അല്ലെങ്കിൽ ഹാക്ക് ആയാലോ എത്രയും പെട്ടെന്ന് സൂപ്പറായിട്ട് കസ്റ്റമർ കെയർ സപ്പോർട്ട് കിട്ടും. അതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് വരുന്നത്. പിന്നെ കോൺട്രാക്ട് സംഭവം കിട്ടുന്നുണ്ട്. എലിജിബിലിറ്റി പറ്റി പറയുന്നത് 18 വയസ്സ് അബവ് കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. സെൽഫ് എംപ്ലോയ്ഡും കിട്ടും. മിനിമം നമ്മൾ 12 months എങ്കിലും ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിരിക്കണം. അതുപോലെ തന്നെ ഗുഡ് ക്രെഡിറ്റ് ഹിസ്റ്ററി, അതുപോലെ തന്നെ നോ പേയ്മെന്റ് ഡിഫോൾട്ട്സ് വരാൻ പാടില്ല. അതുപോലെ തന്നെ ഇന്ത്യൻ ഓർ മൾട്ടിനാഷണൽ ബാങ്കിൽ സേവിങ്സ് അക്കൗണ്ടോ കറണ്ട് അക്കൗണ്ടോ ഉണ്ടായിരിക്കണം. പിന്നെ പേഴ്സണൽ ആനുവൽ ഇൻകം ഒരു പറയുന്നത് 6 lakh അബവ് ആണ്. അതിൻ്റെ താഴെയുള്ളവർക്ക് കിട്ടുന്നുണ്ട്, സുഖമായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ കറണ്ട് റെസിഡൻഷ്യൽ അഡ്രസ്സ് ഇന്ത്യയിലായിരിക്കണം. അത് പിന്നെ ഇത് ആക്ച്വലി ഇവർ പറയുന്നത് നമുക്ക് ഇന്ത്യയിൽ ട്രിവാൻഡ്രത്തും അതുപോലെ തന്നെ കൊച്ചിയിലും മാത്രമേ സർവീസ് ഉള്ളതെന്നാണ്. പക്ഷേ എൻ്റെ വീട് തൃശ്ശൂരാണ്. നമുക്ക് തൃശ്ശൂർ ആമക്സ് എനിക്ക് കിട്ടി തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഇപ്പോൾ 6 മാസം 8 മാസം ആയി. അപ്പോൾ തൃശ്ശൂർ സർവീസബിൾ ആണ്, കോഴിക്കോട് സർവീസബിൾ ആണ്. മിക്ക മെയിൻ സിറ്റീസുകളുടെ മെയിൻ ആയിട്ടുള്ള ടൗൺ ഏരിയ പിൻകോഡുകളൊക്കെ സർവീസബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കറക്റ്റ് അപ്ലൈ ചെയ്ത് തന്നെ നോക്കണം, അല്ലാണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ റെഫറൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു എംഎക്സിൻ്റെ കാർഡ് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ മറക്കണ്ട. വിത്തൗട്ട് ഇൻകം പ്രൂഫ് തന്നെ കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് കേട്ടോ, മറക്കണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം, ഡിസ്ക്രിപ്ഷൻ നോക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.